എല്ലാവർക്കും മുത്തശ്ശി കഥയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാൻ സഹ്യ ആയുർവേദത്തിൽ നിന്നായിരുന്നു പ്രസവരക്ഷ എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. ഞാൻ എടുത്തത് സഹ്യയുടെ ഹോം സർവീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരുടെ സംശയവും നമ്മളൊരു സെന്ററിൽ നിന്ന് എടുക്കുന്ന അത്രയും ട്രീറ്റ്മെന്റ് പെർഫെക്ഷൻ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്താലും കിട്ടുമെന്നായിരുന്നു. എന്നാൽ ഇനി അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരു സെന്ററിൽ കിട്ടുന്ന എല്ലാ കെയറും നമ്മൾ ഹോം സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തത് 14 ദിവസത്തെ പാക്കേജ് ആയിരുന്നല്ലോ. ആ 14 ദിവസം എനിക്ക് എന്തൊക്കെ സർവീസാണ് സഹ്യന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഡേ, അതായത് 14th ഡേ കുറച്ച് സ്പെഷ്യൽ ആണ്. അന്ന് നമുക്ക് ശിരോധാര, ഫേഷ്യൽ, പെഡിക്യൂർ, സ്റ്റീം ബാത്ത് തുടങ്ങിയിട്ട് കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. ആ ദിവസം മാത്രം നമ്മൾ സെന്ററിൽ പോയിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് ചെയ്യുക. ഞാൻ എന്തുകൊണ്ടാണ് സഹ്യനെ ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്ന് എനിക്കൊരു മുട്ടം പണി കിട്ടിയ കഥയാണ് കേട്ടോ. അതൊക്കെ ഞാൻ എന്തായാലും വഴിയെ പറയാം. തൽക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാന്ന് കാണാം. ഇതാണ് കേട്ടോ ഡോക്ടർ അനുഷ. ഞാൻ സഹ്യയിലെ വിളിച്ചിട്ട് പ്രസവരക്ഷയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് തന്നത് ഡോക്ടർ അനുഷയും ഡോക്ടർ സജിനയും കൂടെ ചേർന്നിട്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് ഹോം സർവീസ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ വീട്ടിൽ വന്നിട്ട് എന്റെ കംപ്ലീറ്റ് ബോഡി ചെക്ക് ചെയ്തു. നല്ലൊരു പ്രസവരക്ഷ കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രഗ്നൻസി ടൈമിൽ തുടങ്ങിയ എന്റെ ബാക്ക് പെയിനും അത് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുമായിരുന്നു. അവരെന്റെ കാല് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ട് ഇല്ലാത്ത കാല് പോലും ശരിക്കും പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താരം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്കിതൊക്കെ ശരിയാക്കി എടുക്കാന്ന് ഡോക്ടർ എനിക്ക് വാക്ക് തന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്ര കാലമായിട്ടുള്ള വേദന 14 ദിവസം കൊണ്ടൊക്കെ മാറുമെന്ന് എനിക്ക് അന്ന് ചെറിയ സംശയമായിരുന്നു. എന്തായാലും അവർ ഷെഡ്യൂൾ ചെയ്ത ദിവസം വരാന്ന് പറഞ്ഞിട്ട് അന്ന് പോയി. അങ്ങനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത അതേ ഡേറ്റിൽ അവരെത്തിട്ടോ. സഹ്യ എനിക്ക് വേണ്ടി അസൈൻ ചെയ്തു തന്ന തെറാപ്പിസ്റ്റ് ആണ് കേട്ടോ ഇത്, റീനു. ഞാൻ സെലക്ട് ചെയ്തത് ഹോം സർവീസ് ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് കിറ്റ് ആയിട്ടാണ് കേട്ടോ സഹ്യ എത്തിയത്. എത്ര ദിവസം ഉണ്ട്? 14 ദിവസം. 14 ദിവസം. എന്തൊക്കെയോ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടിയിലോ? അതെ, എന്തൊക്കെയോ സാധനങ്ങള് കൊണ്ടുവന്നാ ഉഴിയാനുള്ള സാധനങ്ങള് മുഴുവനോ? അച്ഛമ്മ എന്തായാലും ഇതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്നെക്കാളറിയാം എനിക്കൊരു പ്രസവരക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളാണ് അച്ഛൻ. കൂട്ടത്തിൽ ഈ പെട്ടിയിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ. ചേച്ചീന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായ സാധനങ്ങളാ ഇത് മൊത്തം. ഫുള്ളൊരു കിറ്റായിട്ടാണ് കേട്ടോ ഇവര് വരുന്നത്. എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരൂ. ഇത് നമുക്ക് വയറ് കെട്ടുന്ന തുണിയാണ് വരുന്നത്. പിന്നെ ബോഡി പാക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫേസ് പാക്കാണ് വരുന്നത്, മുഖത്തിടുന്നത്. പിന്നെ തലയിലിടാനുള്ള ഒരു പാക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബോഡി ഫുൾ പാക്ക് ആയിട്ടുള്ള ഞവര പാക്കാണ് വരുന്നത്. ഞവര അരി ഇല്ലേ, അതാണ് വരുന്നത്. പിന്നെ മുടി പോയിക്കാൻ വേണ്ടിയിട്ടുള്ള കുന്തിരിക്കോ മുടി പോയിക്കാൻ അതിനുള്ള ചാർക്കോള്, ചട്ടി, അങ്ങനെയെല്ലാം വരുന്നുണ്ട്. ചട്ടി. പിന്നെ ഓയിൽസ് ആയിട്ട് വരുന്നത് നമുക്ക് ഹെയർ മസാജിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ വരുന്നുണ്ട്. പിന്നെ ഫേസ് മസാജിന് വേണ്ടിയിട്ടുള്ള ഫേസ് ഓയിൽ, അതേപോലെ തന്നെ ബോഡി ഒഴിച്ചിൽ പ്രസവരക്ഷ ബോഡി ഓയിൽ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോപ്പ് വരുന്നുണ്ട്. കൺമഷി അതുണ്ട്. പിന്നെ കുളി കഴിഞ്ഞ് ഒരുക്കി തരൂല്ലേ, ബ്യൂട്ടി പാറ്. പിന്നെ രാസ്നാര് വരുന്നുണ്ട് കുളി കഴിഞ്ഞിട്ട് തളം വെക്കാൻ വേണ്ടിട്ടുള്ളത്. അതുണ്ടോ? അയ്യോ, ഒന്ന് പൊട്ടൊക്കെ ഉണ്ടല്ലോ. കെട്ടിയതല്ല, സ്പൈക്കാണ്. അച്ഛമ്മേ, ഞാൻ ഒഴിഞ്ഞു വരുന്നവരെ കരയാതെ നോക്കണം കേട്ടോ. ഞാൻ ഒഴിഞ്ഞു വരുന്നവരെ കരയാതെ നോക്കണമെന്ന്. ഞാനിപ്പോ അച്ഛമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഒഴിയാൻ കയറുമ്പോഴുള്ള എന്റെ ഏറ്റവും വലിയ കൺസേൺ വസു തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ പ്രസവരക്ഷ എടുക്കാൻ കുറച്ച് വൈകിയല്ലോ. ഡെലിവറി കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ എടുക്കുന്നെങ്കിൽ മോൻ കുറച്ചുകൂടെ നന്നായിട്ട് ഉറങ്ങിയേനെ. ഇപ്പോഴാണെങ്കിൽ അവനെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും. ആ ഉറങ്ങുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ഈ ട്രീറ്റ്മെന്റ് കയറാൻ. അതുകൊണ്ട് തന്നെ പ്രൊസീജിയറിന് കയറുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെയൊക്കെ പാല് കൊടുത്ത് അവനെ നന്നായിട്ടൊന്ന് ഉറക്കാൻ നോക്കും. ആ സമയത്ത് ദേ റീനു കിച്ചണിൽ പോയിട്ട് നമുക്കിടാനുള്ള ഫേസ് പാക്കിന്റെയും ബോഡി പാക്കിന്റെ ഒക്കെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഞവര പാക്കാണ്. പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷന്റെ ഇഷ്യൂസും ഡെലിവറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് കൂടുതൽ പിഗ്മെന്റേഷൻ വന്നത് അയൺ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം കഴുത്തിലായിരുന്നു. അതൊക്കെ മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഹോസ്പിറ്റലാണെങ്കിൽ കൂടി കൂടുതൽ പിഗ്മെന്റേഷൻ കഴുത്തിലായാലും സ്ട്രെച്ച് മാർക്കൊക്കെ അധികം ഉണ്ടെങ്കിൽ കൂടി അവർ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ കൂടുതലും കൊടുക്കാൻ അവരെ പാക്ക് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ അവർ പോകുമ്പോൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഫേസിനിടാനാണെങ്കിൽ കൂടി
ഇത് നിങ്ങൾ അവർക്ക് പർച്ചേസ് ചെയ്യാനും കൊടുക്കുന്നുണ്ട്? ഓ ഉണ്ട്. അങ്ങനെ നമ്മുടെ പ്രസവരക്ഷ ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പല സമയത്തെടുത്ത വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഹെഡ് മസാജും പിന്നെ ഒരു ഹെഡ് പാക്കുമാണ്. അച്ഛമ്മയ്ക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം എത്ര വൈകിലും ഞങ്ങളുടെ കൂടെ കൈയും പിടിച്ച് അച്ഛമ്മയും കൂടെ വരും പുറത്തേക്ക്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ചീത്തയും കൂടെ കേൾക്കും ഇത്രയും കാലം ഇതൊന്നും ചെയ്യാതിരുന്നതിന്. സഹിയുടെ തന്നെ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവരുടെ ഹെഡ് മസാജ്. ഇത് വെറും ഒരു ഹെഡ് മസാജ് അല്ല കേട്ടോ, അവർക്ക് മസാജ് ചെയ്യാൻ എന്തൊക്കെയോ സ്പെഷ്യൽ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എപ്പോൾ ഉറങ്ങിപ്പോയും ചോദിച്ചാൽ മതി, അത്രയും സുഖമാണ്. നല്ല സുഖമാണ്. ഇങ്ങനെ കൊത്തണതാ. ഹെഡ് മസാജ് കഴിഞ്ഞ പിന്നെ അടുത്തത് ഹെഡ് പാക്കാണ്. നമ്മുടെ പണ്ടത്തെ താളിപ്പൊടിയില്ലേ, അതിന്റെ ഒരു വകഭേദം. അച്ഛമ്മയ്ക്ക് ഞാൻ തലയിൽ ഷാമ്പു തേക്കുന്നത് പണ്ടേ ഇഷ്ടല്ല. ഒന്നും ചെയ്യലില്ല. ഓള് പോവും, ഇത്തിരി വെള്ളം തലയിൽ ഒഴിച്ച് വലിയൊരു കെട്ടും കെട്ടി മുണ്ടോണ്ട് അത് തന്നെ ഉച്ച വരെ ആ കെട്ട് തലയിലുണ്ടാവും. ഞാനേ എണ്ണ തേക്കലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛമ്മ എപ്പോഴും പറയും എണ്ണ തേക്കാൻ. മനസ്സിലായി, എണ്ണ തേച്ചാൽ ഇങ്ങനെയാണ്. എനിക്ക് എണ്ണ മേല് തൊടുന്നതേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇഷ്ടണ്ടായില്ലേനോ? വെള്ളം തൊടനെ ഇഷ്ടണ്ടായില്ല. ഉപരുണ്ടാവുകൊണ്ട് കിട്ടി, ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ശരീരത്തിനല്ല സുഖമല്ലേ ഇങ്ങനെ തേച്ചോണ്ട്. അങ്ങനെ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു പോയാലും വേണമ്പോൾ മുഴുക്ക് എണ്ണ തേച്ചിട്ടേ കുളിക്കാവൂ മേല്. ഇനി തേക്കും. ആ, തേച്ച് കുളിക്കണം തലയിലും മേലൊക്കെ. ആ, അച്ഛമ്മ തേപ്പിച്ചു തരില്ലേ? അയ്യോ, ഇന്നെ തന്നെ ആരാപ്പോൾ കൊണ്ടുനടക്കുന്നതായിരിക്കും. ഇപ്പം എന്താ സ്ഥിതി എങ്ങനെയാണ്? അത്രയ്ക്ക് വയ്യ. അങ്ങനെ തലയിലെ പരിപാടികൾ കഴിഞ്ഞാൽ അടുത്തത് ഒഴിച്ചിലും കിഴിയും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഇനി റൂമിനകത്ത് വെച്ചിട്ടാണ്. വിശപ്പ് മാറിയേ പാല് കൊടുത്തേ. ആ, അല്ലെങ്കിൽ ഇപ്പൊ മുയ്യൊക്കെ കഴിഞ്ഞ് വരുമ്പോ പൊടിയാക്കും. 1.5 മണിക്കൂർ കഴിയും. 1.5 മണിക്കൂർ വേണം. അങ്ങനെ നമ്മൾ മുഖത്തെ പരിപാടികൾ തുടങ്ങാം. ആദ്യം തന്നെ ഫേസ് ഓയിൽ വെച്ചിട്ടുള്ള നല്ല മസാജാണ്. എന്താ ചെയ്യണിങ്ങനെ? നല്ലതാണ് ഇങ്ങനെ ചെയ്യണതൊക്കെ. നന്ന് അച്ഛമ്മയ്ക്ക് വേണോ? അച്ഛമ്മക്ക് ആ ചെയ്യേണ്ട കാലത്തൊക്കെ കഴിഞ്ഞിരിക്കണേ. നല്ല കാര്യല്ലേ? ഇങ്ങനെ കിടന്നിട്ടാ പോരെ. അച്ഛമ്മ പറഞ്ഞ ശരിയാട്ടോ. ഇങ്ങനെ കിടന്നു കൊടുക്കുമ്പോ ഒരാളിങ്ങനെ മസാജ് ചെയ്ത് തരാണ്ടെങ്കിൽ അടിപൊളിയല്ലേ. ഈ ഫേസ് മസാജും ഹെഡ് മസാജിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ ടെക്നിക്സ് ഉണ്ട്. ഫേസ് മസാജ് കഴിഞ്ഞ പിന്നെ അടുത്തത് നേത്രധാരയാണ്. കണ്ണ് തുറക്കണം. തുറന്ന് ഇങ്ങനെ അടച്ചടച്ച് കളിക്കണേ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അത് എളുപ്പമായിട്ടോ. മാത്രല്ല നല്ല തണുത്ത കഷായം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ കണ്ണ് നല്ല തണുപ്പ് തോന്നും. അടുത്തായിട്ട് ഫേസ് സ്ക്രബും ഫേസ് പാക്കും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലെന്തൊക്കെയാ ഉള്ളത്? ഇതൊരു മുഖത്തിടുന്ന ഫേസ് പാക്ക്. ഇതിനകത്ത് വരുന്നത് ജബുഷ്പ എന്ന് പറയുന്ന ഒരു മെഡിസിൻ പോലത്തെ ഒരു സംഭവം, പിന്നെ അങ്ങനെ കുറച്ച് മെഡിസിൻസും കുറച്ച് പാക്കുകളൊക്കെ ആഡ് ആയതാണ്. ത്രിഫല പിന്നെ നവര, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഹോസ്പിറ്റലിൽ പോകും. ഇല്ല, നാട്ടിൽ പോവും. ഹോസ്പിറ്റലില് തിരിച്ച് ആശുപത്രിയിൽ പോകൂ. അതെ, ട്രീറ്റ്മെന്റ് സമയത്ത് അച്ഛമ്മയുടെ മെയിൻ വിനോദം എന്ന് പറയുന്നത് റീനുവിന്റെ അടുത്തുള്ള വിശേഷങ്ങൾ തിരക്കലാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് റീനുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അച്ഛമ്മയുടെ മരിച്ചുപോയ മൂത്ത മോളുടെ ചായയാണ് അത്ര റീനുവിന്. അങ്ങനെ മുഖത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ പിന്നെ ബോഡി മസാജിനുള്ള ടൈമാണ്. എന്റെ മെയിൻ കൺസേൺ ലോവർ ബാക്ക് പെയിനും പിന്നെ അത് കാലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടും ആയതുകൊണ്ട് തന്നെ ആ ഏരിയ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ പണ്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? എണ്ണ നമ്മൾ എല്ലാറ്റും എണ്ണയോടുള്ള കുറിച്ചില്ല, എണ്ണ വാങ്ങിയിട്ടില്ല. ഉപ്പങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടാണ് ഇപ്പൊ പണി ചെയ്യുന്നത്. ഇങ്ങനെ കിടന്നു കൊടുത്താൽ മതിയല്ല. പണ്ട് ആരാ ചെയ്യാ? പണ്ട് വേറ്റകളല്ലേ ഒരു എല്ലാറ്റും എണ്ണയില്ലേ. എണ്ണയോണ്ട് ഇങ്ങനെ കിടന്നിട്ടല്ല, ഒക്കെ നിന്നിട്ടുള്ള പണിയാണ്. ഇങ്ങനെ കിടന്നിട്ടൊന്നുമല്ല. ഒക്കെ നല്ല ഒഴിച്ചിലാണ്. അങ്ങനെ 10-14 ദിവസം ഉണ്ടാവും. ഇതും 14 ദിവസമാണ്. ഇതും 14 ദിവസമാണ് എടുത്തത്. ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ട്? ഇനിയിപ്പൊ കഴിയാനായി. കഴിയാനായില്ലേ? നല്ല ഒഴിച്ചിലാണെങ്കിൽ ശരീരമൊക്കെ നന്നാവുമല്ലോ. ഇനിയിപ്പം അത് കഴിഞ്ഞാൽ ഇല്ലല്ലോ, ഇതോടുകൂടി കഴിഞ്ഞില്ലേ. എള്ളാട്ടി എണ്ണ മാത്രമേ ഉള്ളൂ. വേറെ നമ്മൾ കുഴമ്പ് കാര്യമൊന്നുമില്ലല്ലോ. എന്നാ കുഴമ്പൊന്നുമില്ല. നമ്മളെ പക്ഷേ ഓള് എണ്ണ ആയാലും നല്ലോണം കുഴിച്ചിൽ അറിയണവരാണ്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ്. എന്നെ ഒഴിയാൻ വന്ന ആളെ അറിയില്ലേ? ഇതിനു മുമ്പ് എന്നെ ഒഴിയാൻ വന്ന ആളെ. അയ്യോ, ഈ പറയലാതിരിക്കും. അവളെ കണ്ടില്ലാണ് കണ്ടൂടാ. ഒഴിയണോള് ഇതൊക്കെ അവള് കാട്ടിന്നോ.
ഒഴിയാനൊന്നും അറിയില്ലേന്നോ, ഒന്നും അറിയില്ല. ഒക്കല്ലേ പറയാറ് അറിയുള്ളൂ. അറിയില്ല. പൈസ ഒക്കെ കൊടുത്ത് കൊണ്ടുപോയി. പിന്നെ അതൊക്കെ കൂടി കൊടുമാലായി പോയി. ഇപ്പൊ വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് ഇവര് വന്നത് അല്ലേ? അപ്പൊ അതാണ് നന്നായില്ലേ? ഇപ്പൊ സുഖമായി. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സഹി എന്തുകൊണ്ടാ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അതിന് 1-2 കഥകൾ പറയാനുണ്ടെന്ന്. അതിൽ ആദ്യത്തേത് പറയാട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഫേസ് ചെയ്യേണ്ടി വന്നത്. കാര്യം എന്താന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. പ്രസവം കഴിഞ്ഞ സമയത്ത് അടുത്തുള്ള ഒരു ഏജൻസിയിൽ നിന്ന് തന്നെ ഉഴിയാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് ഒരാളെ വരുത്തി. ഉഴിച്ചിൽ നിന്ന് വന്ന ആളോ ഞാൻ അറിയാതെ എന്റെ നേക്കഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ഉഴിച്ചിലിന്റെ ഇടയ്ക്ക് ഒരു ദിവസം സംശയം തോന്നിയിട്ട് ഞാൻ ആ ഫോണും ചെക്ക് ചെയ്തപ്പോ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. പിന്നെ പോലീസായി, കേസായി, അടിയിടി ബഹളായി. പക്ഷെ അവരെ ഫാമിലിനെ എഫക്ട് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പേരോ ഫോട്ടോയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പ്രസവരക്ഷ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മാനം പോയില്ലല്ലോ എന്ന് വിചാരിച്ച് ഇനി ഒരു പ്രസവരക്ഷ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയത്താട്ടോ സഹ്യേനൊന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചത്. കാരണം വേറൊന്നുമല്ല, പ്രസവം കഴിഞ്ഞിട്ട് കാര്യപ്പെട്ട ശുശ്രൂഷ ഒന്നും ചെയ്യാത്തതിന്റെ ലക്ഷണങ്ങളൊക്കെ ശരീരം കാണിച്ചു തുടങ്ങി. ആ ശരീരവേദനയൊക്കെ മാറി തുടങ്ങിയത് സഹ്യയുടെ ഈ ഒഴിച്ചിലും കിഴിയൊക്കെ വെച്ചോണ്ടാണ് കേട്ടോ. എന്തൊക്കെയുള്ളൂ മെഡിസിൻസ് ആണ്. ഇതൊരു കിഴിപ്പൊടി, ആ വേദന മാറാനും കുറയാനൊക്കെ ആയിട്ട് മുതിര ആ പൊടിയാണ്. അതും പിന്നെ മെഡിസിൻ ഒക്കെ ഒന്നിച്ചുള്ള ഒരു കിഴിയാക്കി നമ്മൾ കൊണ്ടുവരുന്നതാണ്. വേദനയും കാര്യങ്ങളൊക്കെ ചൂടാക്കി വെക്കുമ്പോ നല്ല വേദന കുറയൂല്ലേ? വേദന കുറയാൻ നല്ലതാണ് ഈ ചൂട്, ഈ ചെറിയ ചൂട്. അത് പറഞ്ഞു കൊടുക്ക്. ഏത് കാണിക്കാണ് അധികം മരത്തേക്കാലിന് ചെയ്യാറുണ്ട്. ഇപ്പൊ കൊറേ മാറി. അറിയില്ലേ? അതന്നെ പറഞ്ഞു. വന്നപ്പോ എന്ത് വേദനയായിരുന്നു ഞാൻ പറഞ്ഞത്. അത് ഓരോരോ ഞരമ്പിന്റെ കേടാണത്. അതാണ് ഓരോരോ ഞരമ്പ് വഴിയാണ് അതാണ് വേദന വരുന്നത്. ചൂടായിരുന്നു. അയ്യോ എന്റെ ദേവിന്റെ കഥ അതോ ചൂടാക്കി. എന്ത് കരച്ചില കാരണക്കുണ്ട്. അവർക്ക് നല്ല ഉച്ചക്കാഴ്ചയാണ് അതേമാതിരി തന്നെ. അവിടെ വരുമ്പോഴേക്കും പേരും നല്ലോളിയാണ്. എന്നാലും ഓളാണ് അങ്ങനെ ആക്കിയത്, നടക്കാനാക്കിയത്. പക്ഷെ ഓള് പോയിട്ടോ മരിച്ചുപോയി. കഥ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബോഡി മസാജും പിന്നെ കിഴിയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം വരുന്ന നമ്മുടെ ഫുൾ ബോഡി സ്ക്രബാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബോഡി ഞവര പാക്കാണ് വരുന്നത്. ഇതിലെന്തൊക്കെയാ ഉള്ളത്? ഇത് നമ്മുടെ ഞവരയില്ലേ, ഞവര എന്താ സുഖമായല്ലേ? നീ വേദന വരുത്താതെ വേണ്ടി പോകരുത്. കിട്ടും. ഇല്ല, വേദനയൊക്കെ മാറി. പ്രസവം കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ആശുപത്രിയിൽ വന്നു, ഇവിടെ കിടന്നു, അത് തന്നെ. ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ലേ? അല്ലേ? ഇത്തിരി വെള്ളം ചൂടാക്കി അവിടെ ഉണ്ടാക്കി അത് കഴിഞ്ഞോ. ആ ജോലിയൊക്കെ കൂടി ഇപ്പം ആയില്ലേ? മതി. ഇതിങ്ങനെ ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയോ? 3 കൊല്ലം അടുപ്പിച്ച് ചെയ്യണം. 3 കൊല്ലോ? അല്ല 3 കൊല്ലം ദിവസം അങ്ങനെയല്ല, കൊല്ലത്തില് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ 3 കൊല്ലം നിർത്താതെ ചെയ്യണമെന്ന്. 3 കൊല്ലം നിർത്താതെ ചെയ്യണം. അല്ല അങ്ങനെയല്ല, തോക്കിനുള്ളിലേക്ക് വേണ്ടിയിരിക്കുക. അങ്ങനെ ഫുൾ ബോഡിയിലും ഫേസിലും ഞവര പാക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി കുളിക്കാനുള്ള സമയമാണ്. നോക്കൂ, ഫുൾ ബോഡി പാക്ക്, ഹെഡ് പാക്ക്, ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോലത്തിലായിരിക്കും. കെട്ടിപ്പിടിക്കട്ടെ? അപ്പൊ കുളിച്ചിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടി പോയ്ക്കാനുണ്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു? ധൂമം എടുക്കാനുണ്ട്, വയറ് കെട്ടാനുണ്ട്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങനെ കുളിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും വസു ദേ എണീറ്റിരിക്കണു കേട്ടോ. ആ നല്ല മൂഡ് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. സാധാരണ ഒരു കുളിയല്ല കേട്ടോ, നല്ല മെഡിക്കേറ്റഡ് ബാത്താണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നാൽപ്പാമര കഷായാണ്. നാൽപ്പാമര കഷായാണ് ഇട്ടിട്ടേ വെള്ളത്തിലാണ് കുളിക്കുക. കുളിച്ചിൽ കഴിഞ്ഞില്ലേ? കുളിച്ചിലാത്തി തന്നതാണ്. ഇതിട്ട് നല്ല ചുവപ്പ് നിറം ഉണ്ടാവും. ഈ നാൽപ്പാമരത്തിന്റെ കിഴിയിട്ട് തിളപ്പിച്ച വെള്ളത്തിന് നല്ല ചുവപ്പ് കളർ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇന്നത്തെ വെള്ളത്തിന് അത്ര തന്നെ റെഡ് കളർ ഇല്ല കേട്ടോ. കാരണം ഇത് അവസാനത്തെ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതാണ് കേട്ടോ കുറച്ച് കളർ മങ്ങിയിരിക്കണേ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞെത്തി. സഹിയുടെ തന്നെ പ്രൊഡക്റ്റായ ദേ ഈ ഓർഗാനിക് കൺമഷി വെച്ച് കണ്ണെന്നെഴുതി.
അതുപോലെ അവരുടെ തന്നെ പ്രൊഡക്റ്റായ ലിപ് ബാം വെച്ചിട്ട് ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ശേഷം വയറ് നല്ല ടൈറ്റ് ആയിട്ട് റീനു കെട്ടി തന്നു. ഇനി മുടി പോയിക്കാനുള്ള സമയമാണ്. കുന്തിരിക്കം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മുടി പോയിക്കുന്നത്. മുടി പോയിക്കുന്നതിന് മുമ്പ് ധൂമം കൂടെ എടുക്കാനുണ്ട് കേട്ടോ. അച്ഛമ്മ കുറച്ച് പുക എടുക്കട്ടെ? പുകെടുത്തോ. ഇതൊക്കെ നല്ല തന്നെയാണ്. ഇതൊന്നും കിട്ടണ്ട എളുപ്പമുള്ള. പിന്നെ നാളെ കിട്ടുമോ? ഇല്ല. ഈ ധൂമം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എസ്പെഷ്യലി മൈഗ്രെയിൻ പോലത്തെ ഹെഡേക്കും പിന്നെ അലർജിക് റൈനൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടും. ബോഡി മൈൻഡും കംപ്ലീറ്റ് റിലാക്സ് ആവും. അടുത്തതാണ് കേട്ടോ മുടി പോയിക്കുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്കൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ഈ ആയുർവേദിക് സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ, അവർക്കൊക്കെ എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. മുടിയിൽ എണ്ണ തേക്കുന്ന സമയത്ത് അച്ഛമ്മ എന്നെ ഉപദേശിക്കുന്നതൊക്കെ ഓർമ്മയില്ലേ, അതിന്റെ ബാക്കി ഈ മുടി പോയിക്കുന്ന സമയത്തും കേൾക്കാട്ടോ. കാരണം മുടീനെ നന്നായിട്ട് നോക്കുക, മുടിയിൽ എണ്ണ തേക്കുക, വെള്ളിലത്താളി തേച്ച് കുളിക്കുക, മുടി പോയിക്കുക എന്നൊക്കെ പറയുന്നത് അച്ഛമ്മയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഈ മുടി പോയിക്കുന്നതിനിടയിൽ ഇത്ര നാളായിട്ട് ഞാനിതൊന്നും ചെയ്യാത്തതിനുള്ള അച്ഛമ്മയുടെ വക ചീത്തയും പിന്നെ അച്ഛമ്മയുടെ ചെറുപ്പകാലത്ത് ഇതൊക്കെ അച്ഛമ്മ ചെയ്തുകൊണ്ട് അച്ഛമ്മ കിട്ടിയ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തരൂ കേട്ടോ. ആര് ചെയ്യണോ ആരും ചെയ്യില്ല. ഇപ്പൊ കുളിച്ച് കെട്ടി വരെ അവിടെ കെട്ടിയിട്ട് ഷാമ്പു തേക്കുക. അത് തന്നെ പണ്ട് ഷാമ്പു അല്ല, വെള്ളിയിലത്താളിയാ തേക്കുക. അപ്പം മുടി എങ്ങനെ ഉണ്ടാവും എന്നറിയാം. മുടി നല്ല കറുപ്പും നല്ല ഇതുണ്ടാവും. വെള്ളിയില അതാണ് താളി. പണ്ട് ഒക്കെ കുളിച്ച് വന്ന് ഇങ്ങനെ പുകയ്ക്കും മുടിക്ക്. അതൊക്കെ തന്നെ മുടി അന്നൊക്കെ നല്ല മുടിയാ, ഇട്ടാൻ പോലെ മുടി ഉണ്ടായിരുന്നു അന്നൊക്കെ ആൾക്കാർക്ക്. അന്നിപ്പോൾ ഇതാ എണ്ണയൊന്നും തേക്കില്ല, മുടിയിലൊന്നും എണ്ണ തേക്കില്ല, മേല് തേക്കില്ല, ഒന്നുമില്ല. പണ്ട് ഇങ്ങനെ എണ്ണയൊക്കെ തേക്കും, മേലൊക്കെ തേക്കും, തലയിലൊക്കെ തേക്കും. പുകയുണ്ട് അങ്ങോട്ട് ഇറങ്ങിയേ വേണ്ടു. കുളത്ത് പോയി മുങ്ങി കുളിക്കും നല്ല സുഖമായിട്ട്. ഒക്കെ തേച്ച് മുങ്ങി കുളിച്ച് തോർത്തി വേറെ പോരും. ഇന്ന് കുളമില്ലല്ലോ. കുളമുള്ളിടത്തേക്ക് ആരാ പോണു? ഇന്നിപ്പോൾ നമുക്ക് വീട്ടിൽ കുളമുണ്ടോ? അതല്ല, ഇറങ്ങണത് കുളത്തിലേക്കാ. വലിയ കുളമല്ലേ. അന്നേത്തെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഗുണമാണ് ഇന്ന് അച്ഛമ്മ നീട്ട് നടക്കണത്. അല്ലെങ്കിൽ ഇന്ന് ഈ വയസ്സിൽ അച്ഛമ്മ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഇല്ല ആരും ഇല്ല ഇത്രയും വയസ്സിൽ. 94 വയസ്സ് നിൽക്കുക. 94 വയസ്സാ മോനെ, അറിയോ? ഒന്നുതാ ഉപ്പക്ക് അത് പ്രസവം കഴിഞ്ഞ ശേഷം നടുവേദനയാണ്, കാലുവേദനയാണ്, ഒക്കെ വേദനയാണ്. അപ്പം ഒന്നൊരു ഉച്ചിലൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും ഒന്ന് കുളിപ്പിക്കാനൊക്കെ ആരെങ്കിലും ഒന്നുകൂടെ ആക്കും. ഓല ഒരുട്ടൊക്കെ കാട്ടിക്കൂട്ടി അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ മോളായത് വന്നത്. മോള് വന്നപ്പം തന്നെയാണ് നല്ല സുഖമായതിപ്പോൾ. അതിന് ഇനി പറ്റയാണ്ട് പോകരുത്, ഇടയ്ക്കൊന്ന് വരുമുണ്ട് ഇവിടെ ഉണ്ടാവുമ്പോൾ. അപ്പൊ വീഡിയോ ഇത്ര കണ്ടപ്പോ സഹിയുടെ ഹോം സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? പക്ഷെ കാര്യങ്ങളൊന്നും ഇതോടുകൂടെ തീർന്നില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 14th ഡേ, അതായത് അവസാന ദിവസം നമുക്ക് സഹിയുടെ സെന്റർ വരെ ഒന്ന് പോണെന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ പോകുന്നത് സഹിയുടെ ചേവായൂരുള്ള സെന്ററിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു കാര്യം മറന്നു, സഹി ചൂസ് ചെയ്തതിന്റെ പിന്നിലെ രണ്ടാമത്തെ കഥ പറഞ്ഞില്ലല്ലോ. ഞാൻ നമ്മുടെ വസുവിന് 8th month പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ആക്ട്രസ് അമല പോളിന്റെ സഹിയുടെ പ്രസവരക്ഷ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത്. ആ സമയത്ത് സത്യത്തിൽ ഞാനൊരു പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് അന്വേഷിച്ച് നടക്കായിരുന്നു. പക്ഷെ ഞാൻ വെറുതെ അങ്ങോട്ട് അസ്യൂം ചെയ്തു ഈ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചാർജ് ആയിരിക്കുന്നു. അങ്ങനെ ചാർജ് കുറഞ്ഞ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഒരു പണി കിട്ടിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതോടുകൂടെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, കുറച്ച് പൈസ അധികം കൊടുത്താലും കുഴപ്പമില്ല, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് മാത്രം നമ്മൾ ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടുള്ളൂ എന്ന്. സഹിയിൽ ട്രീറ്റ്മെന്റ് എടുത്ത ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് എല്ലാം അവിടെ ഫ്രെയിം ചെയ്ത് വാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സാധാരണക്കാരെ തൊട്ട് സെലിബ്രിറ്റീസ് വരെ ഉണ്ട് കേട്ടോ. കൂട്ടത്തിലിതേ ഞാൻ വീഡിയോയിൽ കണ്ട ആളും ഉണ്ട് ഇവിടെ. ഈ സെന്റർ സിറ്റിയുടെ തൊട്ടടുത്താണെങ്കിലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. മാത്രല്ല ഒരു ടിപ്പിക്കൽ ഹോസ്പിറ്റൽ പോലെയല്ല, മറിച്ചൊരു വീടിന്റെ ആംബിയൻസ് ആണ് സഹി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ? നമ്മൾ ആദ്യ ദിവസം കണ്ടില്ലേ ഡോക്ടർ അനുഷ, ആ ഡോക്ടർ തന്നെയാണ് കേട്ടോ ഇത്. ആദ്യത്തെ ദിവസം മാത്രമല്ല കേട്ടോ, ഡോക്ടർ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നിട്ട് എന്നെ എക്സാമിൻ ചെയ്ത് നോക്കുമായിരുന്നു. ഇന്നിപ്പോ ലാസ്റ്റ് ഡേ അല്ലേ, എനിക്കാണെങ്കിൽ ബാക്ക് പെയിനിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് ഡോക്ടർ എന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാണ് കേട്ടോ. ആദ്യത്തെ ദിവസം ഡോക്ടർ വീട്ടിൽ വന്നപ്പോ എന്റെ കാൽ എക്സാമിൻ ചെയ്തതിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് ഓർമ്മയില്ലേ? ആ വീഡിയോ ഇതും കൂടെ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ച് ആണ് എനിക്ക് വന്നതെന്ന്. എന്നെ പോലെ തന്നെ ഡോക്ടറും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് ഡോക്ടർ ചിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ പ്രൊസീജിയേഴ്സിലേക്ക് കിടക്കാം. ഇന്ന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. പതിവ് പോലെ തന്നെ ഹെഡ് മസാജിൽ തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സഹിയുടെ ഹെഡ് മസാജും ഫേസ് മസാജും ഒക്കെയാണെന്ന്. കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഒരാൾ നമ്മുടെ തല മസാജ് ചെയ്ത് തരുമ്പോൾ, എന്തൊരു സുഖാണല്ലേ. അടുത്തതായിട്ട് സഹിയുടെ സ്പെഷ്യൽ ഒരു ആയുർവേദിക് ഫേഷ്യലാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഓയിൽ മസാജാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഫേസ് സ്ക്രബ്, ഫേസ് പാക്ക്, പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവിങ്, അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ വിശദമായിട്ട് കാണിക്കുന്നില്ല, ഒക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. ഈ ഫേഷ്യലിൽ ഫേസ് പാക്ക് തന്നെ 2-3 ടൈപ്പിലുണ്ട്. നമ്മുടെ ആക്നിയുടെ മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. നല്ല വേദനയല്ലേ. എന്തായാലും ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്ഥിരം ബോഡി മസാജ് ചെയ്യാം. ശേഷം ഫുൾ ബോഡി പാക്കും കൂടി ഇട്ടിട്ട് നമുക്ക് സ്റ്റീം ബോക്സിൽ കയറിയിട്ടിരിക്കാം. എൻ്റെ ആ ഇരുത്തം കണ്ടിട്ട് മിന്നു ഭയങ്കര ചിരിയായിരുന്നു. ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉള്ളിലായിട്ട് കുറേ നേരമായി പോയി നോക്കാം എന്താ സംഭവം. അതാ നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾ ജന്തുവിനെ കാണുന്നുണ്ടോ? ആ ജന്തുവിനെ കണ്ട ജന്തു എന്ന് പറയൂ. ആ ജന്തുവിനെ നിങ്ങൾ ഉപദ്രവിക്കരുതെന്ന് പറയണം. പറയൂ, ഉപദ്രവിക്കരുത് ജന്തു. നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാണാണ്ടോ? എങ്ങനെയാണ്, നല്ല രസമുണ്ടോ? പിന്നെ ഭരതത്തിൽ മൂക്കം ചൊറിഞ്ഞു തരൂ പ്ലീസ്. ഇല്ല, ചൊറിഞ്ഞല്ല, പ്ലീസ്. ടോർച്ചറാണ്, പ്ലീസ്. കൈ പൊന്തിക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയുണ്ട് ഈ ഒരു അവസ്ഥ നല്ല റിലാക്സിങ് ആണ്. മൂക്കൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസമായിരുന്നു. നിങ്ങൾ എന്തിനേലും വേണ്ടി ഇത്ര ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒന്നിനു വേണ്ടി ഇത്ര ചൊറിയേ. എടി, ഞാൻ നിന്നെ എത്ര നോക്കിയിട്ടുണ്ട് ചെറുപ്പം തൊട്ട്. ഉറുമ്പരിക്കോ പേനരിക്കോ കേറിങ്ങനെ വരും. ഇപ്പൊ ഇവിടെയാണോ? അങ്ങനെ പുഴുങ്ങാൻ വെച്ച ഷവായ ഏതാണ്ട് റെഡി ആവാറായി. ആണെങ്കിൽ സ്കിന്നൊന്ന് പൊളിച്ചു നോക്കാം എന്താ വേണ്ടിയിട്ട്. എന്ത് തുടങ്ങിയോ? അതെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തു കൂടെ സ്പ്രേ ചെയ്യാനുള്ള എണ്ണ. എന്താ ഓയിലാണോ അതോ കഷായധാര? ഓക്കെ, അപ്പം അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് എനിക്ക് സ്ഥിരമായിട്ട് OCD വരുമായിരുന്നു. കുട്ടി ജനിച്ച ശേഷം നല്ല വ്യത്യാസമുണ്ട്. എനിക്ക് കുട്ടി ജനിച്ച ശേഷം ഏറ്റവും വലിയ സന്തോഷം കുട്ടി അപ്പിടുന്ന കാണാനാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഒസിരിക്കാരിയായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ അപരാധം പറഞ്ഞ പോലെ. കുട്ടീനെ വെറുക്കല്ലേന്ന് പറയും. അതെ, കുട്ടിയെ സ്നേഹിക്കണെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കുട്ടിയുടെ അപ്പയെ സ്നേഹിക്കണെന്ന് പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ കുട്ടി അപ്പിടുമ്പോ നമ്മൾ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതാണ്. അതെ, അപ്രീഷിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ എടുത്ത് തിന്നണം, അപ്പിടുമ്പോ അയ്യേന്ന് പറയരുത്, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഗുഡ് ജോബ്. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഓക്സിറ്റോസിനൊക്കെ കിട്ടില്ല. അങ്ങനെ സ്റ്റീം ബാത്ത് ഒക്കെ കഴിഞ്ഞു. അടുത്തായിട്ട് ശിരോധാരയാണ്. നല്ല റിലാക്സിങ് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ശിരോധാര ചെയ്യുന്നത്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ആയുർവേദിക് പെഡിക്യൂറും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥിരം മുടി പോയ്ക്കലും ധൂമം എടുക്കലും വയറ് കെട്ടലും ഒക്കെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 14 ഡേയ്സിൽ പ്രസവരക്ഷ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരായിരുന്നു. എനിക്ക് ഇവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, കാരണം എൻ്റെ ബാക്ക് പെയിൻ മാറ്റി തന്നത് സഹിയാണ് കേട്ടോ. അങ്ങനെ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ശേഷം നമ്മൾ സഹിയോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. ഇന്നാണ് ഒഫീഷ്യലി ലാസ്റ്റ് ഡേ എങ്കിലും ഹോം സർവീസിന്റെ ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ. ചികിത്സയല്ല ഇന്നത്തോടെ കഴിഞ്ഞു, നാളെ തൊട്ട് റീനു വരില്ല എന്ന് ഇന്നലെ അച്ഛമ്മ എടുത്ത് പറഞ്ഞപ്പോ അച്ഛമ്മയ്ക്ക് വല്ലാണ്ട് വിഷമമായി. ഞാൻ എന്തായാലും അതും കൂടെ നിങ്ങളെ കാണിക്കാം. അച്ഛമ്മേ കഴിഞ്ഞു പോവാണ്. അതെ, ഇനി നാളെ ഇല്ലേ? കഴിഞ്ഞോ? അതല്ലേ ടാറ്റ പറഞ്ഞോളൂ. പറഞ്ഞു ഇങ്ങോട്ട് വരൂല്ല. ഇടയ്ക്ക് വരാം. അച്ഛമ്മയ്ക്കാണ് ഭയങ്കര സങ്കടം. 14 ദിവസം എത്ര വേഗം പോയല്ലേ? അതല്ല പറഞ്ഞു, 14 ദിവസമായോ? ഓ, എപ്പോഴെങ്കിലും ഒന്ന് വരുന്നുണ്ടോ? വരാം. ചിലൊക്കെ നല്ലോണം നന്നായി കയമായിപ്പോയി. ഇതുവരെ മോക്കൊന്നും കിട്ടിയിട്ടില്ല.
ഉഷാറായില്ലേ? ഉഷാറായില്ലേ ചേച്ചി? നന്നായില്ലേ? നല്ലോണം ഓ നന്നായില്ലേ? വരുമുണ്ട് ഓ എപ്പോഴും കൂടെ. അച്ഛമ്മയ്ക്കാണെങ്കിൽ റീനുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് മതിയാവുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛമ്മയ്ക്ക് റീനുവിനോട് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ആണ്. അച്ഛമ്മയുടെ മൂത്ത മോളുണ്ട്, കുറെ വർഷമായി മരിച്ചു പോയിട്ട്. അതേ ചായ ആണ് ഇത്ര റീനുവിന്. എന്റെ വക താങ്ക് യു. അച്ഛമ്മേ ഉഴിച്ചിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? റീനോട് എന്താ പറയാ? ഇന്ന് പോവാണ്, കഴിഞ്ഞു. എന്നാ കാണുക? വരണം. ഓ വരൂ. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും ബോഡി എത്രത്തോളം റിലാക്സ്ഡ് ആയെന്ന് ഇപ്പം മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് എടുക്കാതിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയേനെ. അപ്പോൾ അച്ഛമ്മയും ഭയങ്കര ഹാപ്പിയാണ്. അച്ഛമ്മേ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായില്ലേ? ഭംഗിയായില്ലേ? 14 ദിവസം സത്യം പറഞ്ഞാൽ പോയത് അറിഞ്ഞില്ല. 14 ദിവസം പോയത് അറിഞ്ഞില്ല. റീനു രാവിലെ വന്നു കഴിഞ്ഞാൽ എന്നെക്കാളും എന്റെ കാര്യങ്ങളൊക്കെ റീനു വരെ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു. എത്ര വേഗം പോയോ? 14 ദിവസം ഇത്ര വേഗം പോയി. അതാണ് എന്ന് വെച്ചാൽ ഇന്നിപ്പോ നാളെ തൊട്ട് റീനു കുറച്ച് ദിവസം കൂടെ വരുമോ? റീനു എപ്പോഴും കസിന്റെ കൂടെയാണ്. അയ്യോ ഇടയ്ക്കൊക്കെ ഈ വഴി വരണം കേട്ടോ. അപ്പൊ ടാറ്റ പറയൂ റീനുവിന്. അപ്പൊ താങ്ക് യു സോ മച്ച് സഹിയ. അച്ഛമ്മേ താങ്ക് യു സഹിയ എന്ന് പറയൂ. താങ്ക് യു സഹിയ എന്ന് പറയൂ. സഹിയാണ് ഇവരുടെ പേര്. സഹിയ. അച്ഛമ്മയ്ക്ക് ഇവരുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അച്ഛമ്മയുടെ മെമ്മറി അങ്ങനെയല്ല. ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഇവരുടെ പേരെന്താന്നൊക്കെ. ചക്ക എന്നൊക്കെ കേൾക്കണേ. താങ്ക് യു സഹിയ എന്ന് പറയൂ. സഹ്യ. സഹ്യല്ല സഹ്യ. സദ്യയല്ല സഹ്യ. സദ്യയല്ല സത്യല്ല. സഹ്യ. സഹ്യ ആയുർവേദ. സഹ്യല്ല. സഹ്യ. ഹ്യ. അച്ഛമ്മയ്ക്ക് അത്രേ പറയാൻ കിട്ടുള്ളൂ. മാക്സിമം ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് സഹിയ. അച്ഛമ്മയാണെങ്കിൽ ഇപ്പോഴും റീനുവിന്റെ കയ്യിൽ നിന്ന് വിടുന്നേ ഇല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്ന സീനില്ലേ, അതാണ് എനിക്കിത് കാണുമ്പോ ഓർമ്മ വരുന്നത്. പറഞ്ഞ പോലെ ആയിക്കോട്ടെ. പറഞ്ഞ മാതിരി എന്നോട് പറഞ്ഞ മാതിരി സങ്കടായോ? സങ്കടമായി. അവരുള്ളതുകൊണ്ടല്ലേ ഒഴിച്ചിലൊക്കെ കിട്ടിയത്. ഒക്കെ കഴിഞ്ഞു, വൃത്തിയായി. ഒരു കാച്ച് വെള്ളൂടി കൊടുത്തോ? ഞാൻ അവിടെ പോയി കിടന്നു. എന്തായാലും സഹിയുടെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അമ്മയാവാൻ ഒരുങ്ങുന്നവരോടും ഇപ്പൊ അമ്മയായി കഴിഞ്ഞവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ കഴിയുകയാണെങ്കിൽ പ്രസവരക്ഷ എടുക്കണം. കാരണം അതൊരു അനുഭവമാണ്, നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നൊരു സമ്മാനം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സഹി ആയുർവേദ ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ഹാപ്പിനെസ്.